നമസ്കാരം. LD ക്ലർക്ക് പരീക്ഷയുടെ മുൻവർഷ ചോദ്യപേപ്പറുകൾ ആൻസർ ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ ജനറൽ ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിലെ ഏതാനും ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 50ഓളം GK ക്വസ്റ്റ്യൻസ് 2 വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 8 + 4 + 2 × 4 സമം 8 + 4 + 2 × 4 സമം എത്രയാണ്? ഇതിൻ്റെ ആൻസർ C 10 എന്നുള്ളതാണ്. ഇത് ബോർഡ് മാസ് വഴി ചെയ്യുന്ന ക്രിയയാണ്. നമുക്ക് അതൊക്കെ വിശദമായി മാത്തമാറ്റിക്സ് നമുക്ക് പിന്നീട് നോക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ മോഡൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ മാത്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. അടുത്ത ചോദ്യം 1 + 2 1/2 + 3 1/3 = 1 + 2 1/2 + 3 1/3 ഇതിൻ്റെ ഉത്തരം 41/6 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ സംഖ്യ കാണുക. ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ സംഖ്യ കാണുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 180 എന്നുള്ളതാണ്. 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഉത്തരം ബി 10 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര ശതമാനം? 2400 രൂപയ്ക്ക് 1 വർഷത്തെ പലിശ 384 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര ശതമാനം? ഉത്തരം 8 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം A/B = 1:3, B/C = 4:5 ആയാൽ A/C എത്ര? A/B = 1:3, B/C = 4:5 ആയാൽ A/C എത്ര? ഉത്തരം 4:15 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. ഉത്തരം എ 14. അടുത്ത ചോദ്യം 5⁴ × 5⁴2 / 5⁴7 സമം 5⁴ × 5⁴3 / 5⁴7 = ഉത്തരം 1 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഉത്തരം 16. അടുത്ത ചോദ്യം 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം എത്ര? 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം എത്രയാണ്? ഉത്തരം 304 എന്നുള്ളതാണ്. അടുത്തത് വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക. 4, 10, 6, 13, 8 4, 10, 6, 13, 8 ഉത്തരം 16 എന്നുള്ളതാണ്.
അടുത്ത ചോദ്യം 8 + 2 = 610, 9 + 5 = 414 ആയാൽ 8 + 7 എത്രയാണ്? 8 + 2 = 610, 9 + 5 = 414 ആയാൽ 8 + 7 സമം. ഉത്തരം 115 എന്നുള്ളതാണ്. അടുത്തത് 125:25:64:. ഇതിൻ്റെ ഉത്തരം ഡി ആണ്, 16. ഇനി ഒറ്റയാൻ ഏത്? ഗോളം, സിലിണ്ടർ, വൃത്തം, ക്യൂബ്. ഇതിൽ ഒറ്റയാൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വൃത്തം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം DOG എന്നത് WLT എന്ന് എഴുതാമെങ്കിൽ CAT എന്നത് എങ്ങനെ എഴുതാം? അതായത് ഡോഗ് എന്നത് WLT എന്ന് എഴുതിയാൽ ക്യാറ്റ് എന്നത് എങ്ങനെ എഴുതാം? ഉത്തരം XZG. അടുത്ത ചോദ്യം ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? ഉത്തരം 7:50. ഒരു ക്ലോക്കിലെ സമയം 12:15 ആയാൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി? ഒരു ക്ലോക്കിലെ സമയം 12:15 ആയാൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി? ഉത്തരം 82.5 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ച ആയാൽ മാർച്ച് 2-ാം തീയതി ഡാഷ് ദിവസമാണ്. 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ചയായാൽ മാർച്ച് 2-ാം തീയതി ഏത് ദിവസമാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഡി, വെള്ളി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും നടന്നുവെങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്ററും നടന്നുവെങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഉത്തരം 45. അടുത്ത ചോദ്യം ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതും ആയാൽ ക്യൂവിൽ ആകെ എത്ര പേർ ഉണ്ട്? ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതും ആയാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം 16. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. The bomb dash near the busy vegetable market. The bomb dash near the busy vegetable market. ഉത്തരം went off. The bomb went off near the busy vegetable market എന്നാണ് വരിക. അടുത്ത ചോദ്യം choose the sentence with correct order. Choose the sentence with correct order. Why can't we have a cup of soup at first? Why we can't have a cup of soup at first? Can't why we have a cup of soup at first? Why have we can't a cup of soup at first? ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ വൈ കാണ്ട് വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ് എന്നുള്ളതാണ്. അടുത്തത് ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി. ഉത്തരം ഷാൾ വി. ഇതിൽ വരുന്ന ടാഗ് ഷാൾ വി ആണ്. ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ഷാൾ വി. അടുത്ത ചോദ്യം ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ്
ഓപ്ഷൻസ് ദ ഗ്രേറ്റ് ഷീ അണ്ടർസ്റ്റുഡ്, ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്, ദ മച്ച് ഗ്രേറ്റ് ഷീ അണ്ടർസ്റ്റുഡ്, ദ ഗ്രേറ്റസ്റ്റ് ഷീ അണ്ടർസ്റ്റുഡ്. ഇതിൽ ഏതായിരിക്കും ശരി? ഉത്തരം ബി ആണ്. ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിലേതാണ് കറക്റ്റായി സ്പെല്ലിങ് വന്നിട്ടുള്ള വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ കറക്റ്റായിട്ടുള്ളത് അക്കോമഡേറ്റ്, ACCOMMODATE, അതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വി ലൈവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? ദ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ എ ദ. വി ലൈവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. വി ലൈവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ, അങ്ങനെയാണ് പറയുക. അടുത്ത ചോദ്യം, ഇഫ് യു ത്രോ ദ നൈഫ്. ഉത്തരം ഐ വുഡ് ഗെറ്റ് ഡൗൺ എന്നുള്ളതാണ്. ഇഫ് യു ത്രോ ദ നൈഫ് ഐ വുഡ് ഗെറ്റ് ഡൗൺ. ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഐ വിൽ ഗെറ്റ് ഡൗൺ, ഐ ഗെറ്റ് ഡൗൺ, ഐ വുഡ് ഗെറ്റ് ഡൗൺ, ഐ വുഡ് ഗോ ഡൗൺ. അപ്പോൾ ഇതിൽ ആൻസർ ഐ വുഡ് ഗെറ്റ് ഡൗൺ എന്നുള്ളതാണ്. അടുത്തത്, സിനോനിം ഓഫ് കൈൻഡ് ഹാർട്ടഡ് ഈസ്. സിനോനിം ഓഫ് കൈൻഡ് ഹാർട്ടഡ് ഈസ്. ഏതാണ് കൈൻഡ് ഹാർട്ടഡ് എന്നുള്ളതിൻ്റെ സിനോനിം? ഉത്തരം ബിനവലൻ്റ് എന്നുള്ളതാണ്. സിനോനിം ഓഫ് കൈൻഡ് ഹാർട്ടഡ് ഈസ് ബിനവലൻ്റ്. അടുത്തത്, ഡച്ച് കറേജ് മീൻസ്. ഉത്തരം സി ആണ്. കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ, അതിനാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഡച്ച് കറേജ് മീൻസ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ് ആസ്ക്ഡ് വേർ ഈസ് യുവർ ഹോം, വേർ ഹിസ് ഹോം വാസ്, വേർ വാസ് ഹിസ് ഹോം. ഇതിൽ ഉത്തരം ബി ആണ്, വേർ ഹിസ് ഹോം വാസ്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.